ومن أخلاقهم رضي الله تعالى عنهم മഹാരഥന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ പെട്ടതാണ് എന്ത്? കസ്റത്തുൽ ഹിൽം അലാ മൻ ജനാ അലൈഹിം. ആരെങ്കിലും ഈ പറയുന്ന മഹാന്മാരെ ദ്രോഹിച്ചാൽ ആ ദ്രോഹിച്ചാളുടെ മേൽ പ്രതികാര നടപടി ചെയ്യാതെ നല്ല ക്ഷമയോടുകൂടി ഒതുങ്ങി നിൽക്കും. ഹിൽമുണ്ടാവും, നല്ല ഒതുക്കുണ്ടാവും, അതിനൊന്നും പ്രതികരിക്കാൻ പോകൂല. ഓയെന്ന് ദേഷ്യം നല്ലോണം എന്താക്കും, അടക്കി ഒതുക്കി നിർത്തും. എന്തുകൊണ്ടാണ് ഓലിങ്ങനെ ചെയ്യുന്നത്? പ്രകൃതിയാ മനുഷ്യന് ദേഷ്യമുള്ളവരാണ്, പ്രതികാര വാസന ഉണ്ട്, ഇങ്ങോട്ട് കാട്ടി അങ്ങോട്ടും കടന്ന് വാശിയുണ്ടാവും. പക്ഷേ ഈ മഹാരഥന്മാർക്കൊക്കെ മാറ്റിയെടുത്തു. ഓൽക്കിപ്പോ അധികവും ക്ഷമയും സഹനവും ദേഷ്യം ഒതുക്കി നിൽക്കലാണ്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, അമലംബി അഖിലാഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ സ്വഭാവം കൊണ്ട് പ്രവർത്തിച്ചതിന് വേണ്ടി. അതാണ് നബിന്റെ ഇഷ്ടം. നബിനുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ നബി കാണിച്ചതുപോലെ ചെയ്യാം. അപ്പൊ നബിന്റെ സ്വഭാവ ഗുണത്തിൽപ്പെട്ടതാണ് ഹിൽമി എന്നുള്ളതും കലുമല എന്നുള്ളതും. അത് ഇവർ ജീവിതത്തിൽ ആവാഹിച്ചെടുത്തു. അതുകൊണ്ടാണ് കാരണം ഒരിക്കലും നബി തങ്ങൾ എന്ത് ചെയ്യാറില്ല? സ്വന്തം നഫ്സിന് വേണ്ടി ദേഷ്യപ്പെടാറില്ല. ആരെങ്കിലും എന്തെങ്കിലും സ്വന്തം ശരീരത്തിൽ ചീത്ത പറയുകയോ ഇടിക്കുകയോ അടിക്കുകയോ ചെയ്താൽ ദേഷ്യപ്പെടാറില്ലല്ലോ. ജൂതൻ കഴുത്തിൽ പുതപ്പിട്ട് വലിച്ച് ആ വലിച്ച വരയുടെ പാട് സ്വന്തം കഴുത്തിൽ പതിഞ്ഞിട്ട് പോലും, പുണ്യ ശരീരത്തിൽ പതിഞ്ഞിട്ട് പോലും പ്രതികാരം ചെയ്തില്ല നബി, പുഞ്ചിരിച്ചു. അതുപോലെ തായ്വിലേക്കുള്ള യാത്രയിൽ പോയിട്ട് എന്ത് കാണിച്ചു? എറിഞ്ഞ് കാല് തളർത്തി രക്തം വാർത്തി ഒഴുക്കി തളർന്നിരുന്നു. പ്രതികാര നടപടി നബി തങ്ങൾ ചെയ്തിട്ടില്ല. ഇതൊക്കെ സ്വന്തം നഫ്സിന് ഏറ്റതാണ്. പക്ഷെ അതിനൊന്നും പ്രതികാരങ്ങളില്ല. വൈദ്യരണാങ്കളത്തിൽ മുൻപല്ല് പൊട്ടി, അത് സഹിച്ചു. ചീത്തത്രയോ കേട്ടു, സഹിച്ചു. എല്ലാം അള്ളാന്റെ മാർഗത്തിൽ. അപ്പൊ സ്വന്തം ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്താലും ദേഷ്യമേ ഇല്ല. ശേഷം വരുന്നത് പോലെ മുത്തുനബി തങ്ങളുടെ അല്ലാഹു തആലാന്റെ ഹുർമാത്തുകൾ, അള്ള നിശ്ചയിച്ച കാര്യങ്ങൾ, ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതെങ്ങാനും ഇവിടെ പിച്ചിച്ചീന്തി വിതറിയാൽ അത് നശിക്കുന്നത് കണ്ടാൽ അപ്പം മാത്രമാണ് നബിന്റെ കോപം, അല്ലാതെ ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടിയാണ്. വഖദ് കാന അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു തആല അൻഹു യഖൂൽ, അമീറുൽ മുഅ്മിനീൻ അലിയാർ തങ്ങൾ പറയുന്നു, അവ്വലു മുജാസാത്തി മൻ ഹലമ അലാ മൻ ജന അലൈഹി. ഒരു മനുഷ്യനെ ദ്രോഹിച്ചവൻ ആ ദ്രോഹിച്ച വ്യക്തിയുടെ മേലിൽ ഒതുങ്ങി നിന്നു, അങ്ങനെ ക്ഷമിച്ചു നിന്നു, പ്രതികാര നടപടിയില്ല. അങ്ങനത്തവന് കിട്ടാൻ പോകുന്ന ആദ്യത്തെ പ്രതിഫലം എന്താണെന്നറിയാം? യസീറന്നാസു കുല്ലുഹും അൻസാർഹു. ഇവരെ ഇങ്ങോട്ട് ദ്രോഹിച്ചു, പക്ഷെ അവസാനം ക്ഷമിച്ച് ഫലം കണ്ടു, മഹാൻ പ്രതികരിച്ചില്ല. അങ്ങനെ പ്രതികരിക്കാതെ അയാൾ ജീവിക്കുകയാണെങ്കിൽ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് സഹായിയായി കിട്ടുന്നു. അത് ദുനിയാവിൽ കിട്ടുന്ന വല്ലാത്തൊരു പ്രതിഫലം. അത് ആദ്യത്തെ ഒരു പ്രതിഫലമായി പറയുന്നു. ഫഖദ് ഖാല ഇബ്ലീസു ലഅനഹുല്ലാഹു തആല ലിയഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം. കുരുത്തം കേട്ട അള്ളാഹു ശപിച്ച റഹ്മത്തിനെ തൊട്ട് ആട്ടിവിട്ട ഇബ്ലീസ് ഒരിക്കൽ യഹ്യ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, പറഞ്ഞു, അഅ്ലമു മസാഇദി അൽ ഗളബ് എന്ന. യഹ്യയെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, എന്റെ വല, എനിക്ക് വേട്ടയാടാൻ പറ്റുന്ന എന്റെ ഏറ്റവും വലിയ ആയുധം ദേഷ്യമാണ്. ആ ദേഷ്യം കെട്ട് വന്നു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ ഒരിന്റെ വലയിലായി. ഞാൻ ചെയ്ത വേട്ടയാണത്, എന്റെ വേട്ട ആയുധമാണതെന്ന. ഫീഹി അസർത്തുന്നാസ വഅവഖതുഹും അൻ ത്വരീഖിൽ ജന്ന. ജനങ്ങളെ ആ ദേഷ്യത്തിലിട്ടിട്ട് ഞാൻ അറസ്റ്റ് ചെയ്യും. ഫബിഹിന, ആ ദേഷ്യം കൊണ്ട് അസർത്തുന്നാസ, ജനങ്ങളെ പിടിച്ചു കെട്ടിടും. അവഖതുഹും അൻ ത്വരീഖിൽ ജന്ന, ജനങ്ങളെ നല്ല സ്വർഗത്തിന്റെ വഴി, ആ വഴിയെ തൊട്ട് ഞാൻ വെറുപ്പിച്ച് ഒഴിവാക്കിയിടും. ഇതാണ് എന്റെ പണി. അപ്പൊ ഇബ്ലീസിന്റെ ഒരായുധമാണ്, കെണിവലയായി പറ്റുന്ന ഒന്നാണ് ദേഷ്യം, കോപം. അതെടുത്താൽ അപകടം തന്നെയായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേഷ്യം പിടിക്കുമ്പോൾ നീതിമാനായിരിക്കും. കാനൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല, ഫുളൈൽ തങ്ങള് ഇദാ ഖീല ലഹു, മഹാനോട് പറയപ്പെടുകയാണെങ്കിൽ, എന്ത്, ഇന്ന ഫുലാൻ യഖൂബി അർളിക,
നിങ്ങളെ അഭിമാനം പിച്ചിച്ചീന്നതായിട്ട് ഇന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ യഖൂലു ഫുദൈൽ തങ്ങൾ പറയും, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅഈലന്ന മിൻ അംദിഹി ലഅഈലന്ന മൻ അമറഹു ഞാൻ ഒരിക്കലും ഓരോട് പ്രതികാരം ചെയ്യൂല. എന്റെ അഭിമാനം പിച്ചിച്ചീന്തി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടെങ്കിൽ അവനോട് കൽപ്പിച്ച ഒരാളുണ്ട്, അയാളോടാണ് എനിക്ക് ദേഷ്യം, വേറെ ഒരാളോടില്ല എന്നാണ്. ഇബ്ലീസാണ് ആ പണിയെടുത്തത്. അയാളെ കൊണ്ട് പറയിപ്പിച്ച്, ഇബ്ലീസല്ലേ, ആ ഇബ്ലീസിനോടാണ് എനിക്ക് ദേഷ്യമുള്ളത് എന്ന് പറയും. എന്നിട്ട് തുമ്മയഖൂലു പിന്നീട് ഫുദൈൽ തങ്ങൾ പറയും, പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻകാന സ്വാദിഖൻ ഫഗ്ഫിർലി വഇൻകാന കാദിബൻ ഫഗ്ഫിർ ലഹു. ഇതൊരു ഈമാനുള്ളവർക്ക് എന്നെ കൈയുള്ളൂ. എന്താ പറയുക, പടച്ചവനെ അയാള് പറഞ്ഞ സത്യം അത് എന്നിലുണ്ടെങ്കിൽ സത്യവാനാകുമല്ലോ, അപ്പൊ നീ എനിക്ക് പുറത്തുണ്ടാ. അല്ല, അയാൾ എന്നിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് കളവ പറഞ്ഞതെങ്കിൽ നീ അവന് പുറത്തു കൊടുക്കുന്നു, അവൻ മാഫിറത്തുകൊണ്ട് തേടുക എന്ന്. ഇതൊരു ഈമാന്റെ നല്ലൊരു ലക്ഷണമാണ്, സ്വഭാവത്തിന്റെ നല്ലൊരു ലക്ഷണം. കാരണം കഴിഞ്ഞിട്ടെന്താ, വഖദ് ഖാല റജുലുൻ ലി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഒരിക്കൽ അബൂ ഹുറൈറ തങ്ങളോട് ഒരാൾ പറഞ്ഞു, അൻത അബൂ ഹുറൈറ, താങ്കൾ അബൂ ഹുറൈറയാണെന്ന് ചോദിച്ചു. ഖാല നഅം, എന്താ സംശയം, ഞാൻ അബൂ ഹുറൈറയാണ് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ ഇയാൾ പറയാ, അൻത സാരിഖുൽ ഹിറ, താങ്കൾ പൂച്ചയെ മോഷ്ടിച്ച ആളാണല്ലോ. അപ്പൊ അന്നേ മഹാരഥന്മാർക്ക് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് ഏഴാം കൂലികളായി കിടക്കുന്നത് നമ്മൾ ആരും വിമർശിച്ചാൽ നമുക്ക് എന്ത് വരാനാ, ചിന്തിച്ചാൽ മതി. അപ്പൊ താങ്കൾ പൂച്ചയെ മോഷ്ടിച്ച ആളാണല്ലോ. വഖാല അബൂ ഹുറൈറ, അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ ഗഫിർലി വലി അഖി ഹാദാ, പടച്ചവനെ എന്റെ സഹോദരനും എനിക്കിനി പുറത്തു കൊണ്ട. ഇന്ന് ദ്വാരിന്റെ ശേഷം തുമ്മക്കാല, പിന്നെ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞത്, ഹാക്കദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തഗ്ഫിറ ലിമൻ വലമന, നമ്മളെ ആക്രമിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പും തേടുകയാണ് നമ്മളെ പണി. ഇതാണ് നബി തങ്ങൾ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്, അത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പോ മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ ഒതുക്കം. കണ്ടോ, ഓരൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. നമ്മളെ മാറി എത്ര മോരിയാലായിട്ടും കാര്യമില്ല, ദേഷ്യമൂത്താനോ ഭയങ്കര ദേഷ്യ, അത് കാര്യമില്ലല്ലോ. റജുലുൻ ലി അബീ ദർ റളിയല്ലാഹു അൻഹു, ഒരിക്കൽ അബൂദർ തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, അന്തല്ലദി നഫാക മുആവിയ ഇല ഷാം, താങ്കളെ ഷാമിലേക്ക് മുആവിയ എന്ന് പറയുന്ന ഭരണാധിപൻ നാട് കടത്തിയതല്ലേ എന്ന് ചോദിച്ചു. ലൗ കാന ഫീക ഖൈറുൻ മാ നഫാക, നിങ്ങൾ വല്ല നന്മയും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ നാട് കടത്തുമായിരുന്നില്ലല്ലോ എന്ന വാദം. വഖാല അബൂദർ, അപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ അഖി, എന്റെ സഹോദര, എന്താ പറയാനറിയോ, ഇന്ന ബൈന യദി അഖബ സൗദാ, അഖബയുടെ മുന്നിൽ എന്തുണ്ട്, ഒരു സൗദാ ഉണ്ട്. ഫലോ നജൗതു മിൻഹ, ആ സൗദാവിനെ തൊട്ട് ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ലം യദുറനി മാ ഖുൽത ഫിയ, എന്നിൽ നീ പറഞ്ഞ വാക്കൊന്നും എനിക്ക് പ്രശ്നമല്ല. വഇല്ലം അഞ്ചു മിൻഹ, ആ സൗദാവിനെ തൊട്ട് ഞാൻ രക്ഷപ്പെട്ടില്ല എങ്കിൽ അനശറും മിമ്മാ ഖുൽത, അപ്പൊ നീ പറഞ്ഞ ഒന്നുണ്ടല്ലോ, ആ ഒന്നിൽ നിന്ന് നാശത്തിലാണ് ഞാനുള്ളത്. ഇതാ മറുപടി കൊടുത്തത്. അപ്പൊ അന്ത്യനാൾ ചെല്ലുമ്പോ അന്ന് രക്ഷപ്പെട്ടു പോയി, എന്നാ പിന്നെ എന്ത് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ല, രക്ഷപ്പെടുന്നില്ലെങ്കിലോ നീ പറഞ്ഞ എനിക്ക് വിഷമം ഉണ്ടാവും. ഇതാണ് അവിടെ കൊടുത്ത മറുപടി. അപ്പോഴും മോന് ആഖിറത്തിലേക്കുള്ള വഴികൾ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. ഇതാണ് മഹാരഥന്മാരായ ആൾക്കാരുടെ സ്വഭാവങ്ങൾ. ഓരത് പ്രതികാര നടപടി മാറുന്നു സ്വീകരിക്കുന്നില്ല. വഖദ് ഖാലത്ത് ഇംറാത്തുൽ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല, ഒരിക്കൽ മാലിക് ബിൻ ദീനാർ തങ്ങളോട് ഒരു പെണ്ണ് പറയുണ്ടായി, യാ മുറായിന വിളിച്ച്, ലോകമാന്യത കാണിക്കുന്ന മനുഷ്യാന്ന് മാലിക് തങ്ങളോട് ഒരു പെണ്ണ് പറഞ്ഞുണ്ടായി. അപ്പൊ എന്തേ, ആ പെണ്ണിനെ പറ്റി ശകാരിക്കുകയോ ചീത്ത പറയുന്നതല്ല മാലിക് ബിൻ ദീനാർ തങ്ങൾ ചെയ്തത്. ഫഖാല, മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു ലഹ, അവളോട്, യാ ഹാദി, ഈ പെണ്ണെ, ഖദ് അറബ്ത ലഖബി, എന്റെ സ്ഥാനപ്പേര് നീ അറിഞ്ഞല്ലോ. അല്ലതി, എങ്ങനത്തെ സ്ഥാനപ്പേര്, അവല്ലഹു അഹ്ലുൽ ബസറ, ബസറക്കാരെന്താക്കിയിരിക്കുന്നു, അയാളെ പേപ്പിച്ചിരിക്കുന്നു. അങ്ങനത്തെ
ഒരാളാണ് ഞാൻ. ഒരം ഞാരി പൂഹു, അവർക്കാർക്കും എന്താണെന്നറിയില്ല. അങ്ങനെയല്ല, എന്റെ അമ്മയുടെ പേര് സ്ഥാനപ്പേരൊന്നും അവർക്കറിയില്ല. അങ്ങനെ ബസറക്കാർക്ക് എന്നെ പറ്റി അറിയൂല. അങ്ങനെ അറിയാത്ത ഒരാളായി എന്റെ ലക്കബലമ്. ആ ലക്കബലമ് ആർക്കും പരിചയമില്ലാത്ത ആളെ പണ്ടേ നീ പറഞ്ഞത് എന്നായി. വഖദ്കാന ഈസ അലൈഹിസ്സലാം യഖൂലു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മഹാരഥന്മാർ ഇടപെട്ടത്. വഖദ്കാന ഈസ അലൈഹിസ്സലാം യഖൂലു, ഈസ നബി അലൈഹിസ്സലാം പറയുന്നു, ഇദാ സമിഅത കലിമത സഫഹ ആയിരത് വലാ തുജിബ് അൻഹാന. ഒരു പൊട്ടത്തര വാക്കെങ്ങാനും കേട്ടാൽ നീ തിരിഞ്ഞു കളഞ്ഞായി മറുപടി കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. കാരണം അങ്ങനെ ആ വാക്ക് പറയുമ്പോൾ അയാളുടെ അടുത്ത് അയാൾക്കുണ്ട് അഹവാത്തിൻ യുജീബുക ബിഹ, ചില ആളുകൾ അത്തരം മറുപടി പറയും. അങ്ങനെ നിനക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അനി വേദാന സഹോദരിമാരവിടെ ഉണ്ട്. അത് പറയുന്ന ആൾക്കാർ പറയുമ്പോൾ അയാളെ സഹോദരി അങ്ങനെ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ട, ബേജാറാവണ്ടെന്നും പറയണ്ടെന്നാ പറഞ്ഞത്. ഒരു കൊടുത്തോൾ മറുപടിയും. വകാന മുഹമ്മദുൽ കഅബുൽ ഖർളി റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, ലാ തഗ്ലബു അലാ കസ്രി അവാനിക്കും ഫഇന്ന ലഹ ആജാരൻ കആജാരിക്കുന്ന. ഗ്ലാസ്, പ്ലേറ്റ് ഇതൊക്കെ പൊട്ടുമ്പോ നമ്മൾ ചീത്ത പറയാം. എത്ര ഉറുപ്പ് കൊടുത്തത് ഞാൻ, ഓള് കണ്ടോ കൊണ്ടേ പൊട്ടിച്ചിന്, അവിടെ തല്ലിട്ട് ഇവിടെ തല്ലിട്ട് പൊട്ടിപ്പോയിനെ. അങ്ങനെ നിങ്ങളെ പാത്രങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിന്റെ പൊട്ടിയതിന്റെ പേര് ദേഷ്യം വെക്കണ്ട. കാരണം അവറ്റകൾക്കും നിങ്ങൾക്കുള്ള കാലാവധി പോലെ ഒരുക്കും കാലാവധിയുണ്ട്. അതിന് ഡേറ്റ് കഴിയുമ്പോൾ അത് പൊട്ടും. എന്ത് ചെയ്താലും പൊട്ടും, ഇല്ലെങ്കിൽ പൊട്ടുമില്ല. നമ്മളും അങ്ങനെ തന്നെ, നമുക്കൊരു കാലാവധി ഉണ്ട്, അത് വന്നാൽ നമ്മൾ പോകൂലേ എന്നതുപോലെ കാലനിർണയമുള്ളവർ അതൊക്കെ. അപ്പോ അത് നശിക്കലാണ് അതിന്റെ കാലം. അപ്പൊ അതുകൊണ്ട് പൊട്ടിയത് കൊണ്ട് ആരും ചീത്താറ നിൽക്കണ്ടാണ്. വഖദ് കാന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു യഖൂലു, മഹാൻ പറയുന്നു, ലൈസ ബിഹലീമിൻ മൻ നബദ വലബഹു ഫീ ഹിമാരിൻ ഔ ഹിറ. തന്റെ വീട്ടിലുള്ള പൂച്ച, കൈത ഇവകളോട് ദേഷ്യം കാണിക്കുന്നവൻ, ആ ദേഷ്യം നടപ്പാക്കുന്നവൻ ഹലീമല്ലാണ്. മനുഷ്യരോട് ആരോടൊന്നുമില്ല, നാൽക്കാലികളുടെ ദേഷ്യം കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഹലീമാണോ? അല്ല, ഹലീമേ അല്ല. അവരോടൊന്നും ദേഷ്യം കാണിക്കാൻ പാടില്ലല്ലോ. പൊട്ടനായ ഒരാളുണ്ടെങ്കിൽ, പൊട്ടത്തരം പറയുമ്പോ ആ പൊട്ടനായ ആളുടെ മേലിൽ ഏറ്റവും ശക്തമായത് അൽ ഇറാദു അൻ ജവാബി, അയാൾക്കൊരു മറുപടി കൊടുക്കാതെ ഒഴിഞ്ഞു മാറലാണ്. അതിനെന്താണെന്നറിയാമോ? ഒരു ഫലം വരുത്തലില്ല എന്ന് വെളിവാക്കി കൊടുക്കലും, അതാണ് വേണ്ടത്. അതിന് മറുപടി വരാനും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അർത്ഥം. കാന ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമാ ഇദാ ശതമഹു അഹദ്, ആരെങ്കിലും ഹുസൈൻ റളിയല്ലാഹു ചീത്ത പറഞ്ഞാൽ, യഖൂലു, ചീത്ത പറഞ്ഞ ആളോട് ഹുസൈൻ റളിയല്ലാഹു പറയും, യാ അഖി, എന്റെ സഹോദര, ഇൻ കാന ഖൗലുക സിദ്ഖൻ, നീ പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ, ഫസയുജാസികല്ലാഹു ബിസിദ്ഖിക, നിന്റെ സത്യം പറച്ചിലുകൊണ്ട് അല്ലാഹു നിനക്ക് പ്രതിഫലം നൽകും. വഇൻ കാന കാദിബ, അങ്ങനെ എങ്ങാനും പറഞ്ഞത് കളവാണ് എങ്കിൽ, അല്ലാഹു അശദ്ദു നിഖ്മതൻ മിന്നീ ലക, നിന്നെ ഞാൻ ശിക്ഷിക്കുന്നത് എത്രയുണ്ടോ അതിനേക്കാൾ 10 മടങ്ങ് ഗൗരവമുള്ള ശിക്ഷയായിരിക്കും. വഖദ് ലതമു ഇൻസാൻ മറത്തൻ അലാ വജീഹി റളിയല്ലാഹു അൻഹു, ഒരിക്കൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഖത്തൊരു ആൾ വന്നടിച്ചു. വലം യതഗയ്യർ, ഒരു വ്യത്യാസം സംഭവിച്ചില്ല, ദേഷ്യമൊന്നും വന്നില്ല. ബല്ലെങ്കിലും കാല, മഹാൻ പറഞ്ഞത്, മൻ ഖദറ ഹാദാ, ഇതിനാർക്കെങ്കിലും സാധിക്കുമെങ്കിൽ, ഫഖീലഹു, അവനോട് പറയപ്പെടുന്നുണ്ട്, അല്ലാഹു തആല ഖദ്റഹു, അല്ല കണക്കാക്കുന്ന, അല്ല കണക്കാക്കിയൊക്കെ നടന്നു. ഫഖാല, പവൻ പറയും, അഫതറൗന അന്നീ അറാദ ഖളാ അല്ലാഹ്, അഫതറൗന, നിങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ടോ? എന്ത്? അന്നീ, നിശ്ചയമായിട്ടും ഞാൻ, അറാദ ഖളാ അല്ലാഹ്, അല്ലാഹു തആല ഖളാ ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറയാം. അപ്പൊ അള്ളാന്റെ ഖളാ ഞാൻ ഉദ്ദേശിച്ചു എന്നാണ് പറയേണ്ടത്, അല്ല മറ്റൊന്നും പണ്ട് കാര്യമില്ല. അതാണ്. വകാന ഇബ്നുൽ മുഖന്നിഅ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, കൽമുൽ ഗൈദ്,
ദേഷ്യം അടക്കി ഒതുക്കി നിർത്തല്. ഔല അതാണ് ഏറ്റവും നല്ലത്. മിൻ ദില്ലിൽ എഴുത്തിദാരിയും കാരണങ്ങൾ ബോധിപ്പിക്കുക, അത് ബോധിപ്പിച്ച് നിന്ദനാവുന്നതിനേക്കാൾ നല്ലത് ഒതുക്കി നിൽക്കലാണ്. വക്കീലവ് മറത്തൻ ഒരിക്കൽ അദ്ദേഹത്തോട് പറയപ്പെടുകയുണ്ടായി, ചോദിക്കപ്പെടുകയുണ്ടായി. ആരോട്? ഇബ്നുൽ മുഖന്നിയനോട്. മൽ ഫർഖു ബൈനൽ ഹുസ്നി വൽ ഗളബ്, ദേഷ്യം മുഷിപ്പ് എന്താ തമ്മിൽ മാറ്റം ചോദിച്ചു. അപ്പൊ കാല, അപ്പൊ മഹാൻ പറഞ്ഞ മറുപടി അൽ ഹുസ്നി യകൂനു ബി മുഖാലഫത്തി മൻ ഹുവ ഫൗഖകാരി ഹവാക, നിനക്കും മീതെയുള്ളതായിരിക്കുന്ന ഒരാളാണ്, മഹാനാണ്. അത്തരം മഹാന്മാരോട് എതിര് കാണിക്കുക എന്നുള്ളത് വലിയൊരു അപകടമാണ്. അത് നിന്റെ ഇച്ഛയുണ്ടല്ലോ, ആ ഇച്ഛക്കുള്ള നിന്റെ മേലെങ്ങനെയാണോ അതുപോലെയാണ്. ഇച്ഛക്കുള്ള മേലെ നിങ്ങനെ എങ്ങനെ നിൽക്കുന്നു അതുപോലെയാണ്. വല്ലവു ദേഷ്യം എന്ന് പറഞ്ഞത് യക്കൂനു മുഖാലഫത്തി മൻഹുബദൂനഹവാക്ക, നിന്റെ ഹവാക്ക് വേണ്ടി നിന്റെ തായുള്ള ഒരുത്തുണ്ടല്ലോ, അയാൾ എന്താ നിന്നോട് എതിര് കാണിക്കുക. അങ്ങനെ എതിര് കാണിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. നിന്നേക്കായി മുകളിലുള്ള ഒരാള് അദ്ദേഹവുമായി യോജിക്കാൻ നോക്കുമ്പോൾ അവിടെ ദോഷമാണ്. ഇങ്ങനെ വരുമ്പോൾ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വഖദ്കാന അബൂ മുആവിയ അൽ അസ്വദ്, മൂപ്പര് പറയാണ്, മൂപ്പർ ദ്വാരക്കും ലിമൻ ഒരുത്തര് ലഹു, അദ്ദേഹത്തിന് വേണ്ടി ദ്വാരുന്ന ആൾക്കൊക്കെ ദ്വാരക്കും. ഓ ലിമൻ നാലമിന്നു, അദ്ദേഹത്തിന് എന്തൊക്കെ എത്തിക്കുന്നു അവർക്ക് വേണ്ടി ദ്വാരക്കും. കാല പറയുന്നു, ഒരു റജുൽ ചീത്ത പറഞ്ഞു. ആരെ? ബക്രബിൻ അബ്ദുല്ലാഹിൽ മുസ്ലി, മുസ്ലി ഗോത്രക്കാരനായിരിക്കുന്ന അബ്ദുള്ളയുടെ മകനായ ബക്കറിന് ചീത്ത അറിഞ്ഞു റഹ്മഹുല്ല. ഓ ബാലാവിശത്തം, ഈ ചീത്ത നല്ലോണം അതിരി കവിഞ്ഞ് പറഞ്ഞു. മുഹമ്മദ് സാക്കിദ് അതിനൊന്നൊരു മറുപടി വാങ്ങാൻ കൊടുക്കുന്നില്ല. വക്കീലഹു, അപ്പൊ അദ്ദേഹത്തെ ചോദിക്കപ്പെട്ടു, അലാ തസ്തമിഹു, എന്താ ചോദിക്കപ്പെടുക വെച്ചാൽ അലാ തസ്തമിഹു കമാ ശത്തമക്ക, നീ അതേ ചീത്ത പറഞ്ഞിട്ടുണ്ടോ, നിന്നെ അവൻ ചീത്ത പറഞ്ഞതുപോലെ ചോദിച്ചു. വഖാല, അവൻ പറഞ്ഞു, ഇന്നി ലാ അഅരിഫു ലഹു ശൈഅൻ മിൻ മസാവി ഹത്താ അസ്തമഹു ബിഹി, ഞാൻ ഓനെ ചീത്ത പറയണമെങ്കിൽ ഓൻ്റെ അടുത്ത് എന്താ തെറ്റും മോശം എനിക്കറിയണ്ട, എനിക്കൊന്നും അറിയില്ലാന്ന്. പലാ യഹില്ലുലി അൻ അർമിഹു ബിൽ കദിബി, പിന്നെ ഓൻ പറഞ്ഞതിനനുസരിച്ച് അവരോട് വളർന്നുകാണ്ട് ഓനെ ദേഷ്യപ്പെടിച്ചിട്ടെന്താ കാര്യം, അത് ഞാൻ ചെയ്യൂല, അതെനിക്ക് അനുവദനീയമല്ലല്ലോ, അതെനിക്ക് അനുവദനമായത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹു റബ്ബി. മഹാൻ പറയുന്നു, ഖാലത്തുൽ ഉദുൻ, ചെവി പറയുകയാണ്, ലൗലാ ഖൗഫി അൻ അൻസുറ വഅതജമ്മഉ ബിൽ ജവാബി ലഖുൽതു കമാ ത്വാൽ ലിസാൻ. എന്താണത്? ഞാൻ പേടിക്കലില്ലായിരുന്നുവെങ്കിൽ എന്തിനെ? അൻ അൻസുറ, ഞാൻ സഹായിക്കലിനെ, ജവാബി, മറുപടി കൊണ്ട് ഞാൻ ഒരുമിച്ച് കൂട്ടുക, ഞാൻ സഹായിക്കുക, എന്നിത്യാദി കാര്യം പേടിക്കലില്ലായിരുന്നുവെങ്കിൽ നാവ് നീണ്ടതുപോലെ ഞാൻ നീണ്ടുപോകുമായിരുന്നേനെ. നീണ്ടിട്ടില്ലല്ലോ, പാകപ്പെടുത്തി വെച്ചിരിക്കല്ല. എന്താ കാരണം? സഹായിക്കുക എന്നുള്ളതും വാക്കുകൾ ഒരുമിച്ചുകൊണ്ട് ജവാബ് പറയുക എന്നുള്ളത് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ടാണ്. വഖാൽ റജുലിന്റെ സൗരിബിൻ യസീദ്, സൗറന്നവരുടെ ഒരാൾ പറയാണ്, യാ ഖദിരിയോ യാ റാഹു, ഇതാ വിളിച്ച ഖദിരിയെ റാഹുദിയെന്ന് വിളിച്ചു. വഖാലു, അപ്പൊ സൗറന്നവർ പറഞ്ഞു, ഇൻകുന്ത കമാ ഖുൽതലി, എന്നോട് പറഞ്ഞതുപോലെ, ഇൻകുന്തു കമാ ഖുൽതലി, നീ എന്നോട് പറഞ്ഞ അതേ രൂപത്തിലാണ് ഞാനെങ്കിൽ, അപ്പൊ അന റജുൽ സു, ഞാൻ മോശമായ ആളാണ്. വൈൻ കുന്തു, അല്ലെങ്കിൽ വൈൻ കുന്തു അലയ്യ ഖിലാഫദാലിക, അപ്പൊ എന്റെ മേലിൽ അപ്പാട് നേരെ എതിരായിട്ടാണോ നീ വന്നതെങ്കിൽ ഇപ്പൊ അന്തി, അപ്പെന്താവും നീയെ, അന്ത്യല്ല, അപ്പൊ നീയെ അന്ത തീ ഹല്ല്, നീ പൊരുത്തത്തിലാണ്. അപ്പൊ നീ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഞാൻ മോശക്കാരനായി, അല്ലെങ്കിലോ പറഞ്ഞ കാര്യമല്ല, മോശമാണ്. വഖദ് കാന മഖ്ഹൂൽ ദിവസം, മഖ്ഹൂൽ എന്നവർ പറയാണ്, ലാ ലാ യുബയ്യിനു, അല്ലെങ്കിൽ ലാ യബീനു റജുലി,
ഒരു ആളുടെ ഒതുക്കം വെളിവാകൂല. ഇല്ലാ തസ്രീത്തിൽ ജാഹിലി അലൈഹി, ജാഹിലായ ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തിന് വേണ്ടി അക്രമം കാണിക്കണം, അധികാരം നടത്തണം. അങ്ങനെ അധികാരം നടത്തിയെങ്കിൽ അയാൾ ഹിൽമുള്ളവനാണോ അല്ലെങ്കിൽ വ്യക്തമാവുകയുള്ളൂ. അപ്പൊ ഹിൽമ് വേണം, അതുണ്ടാവണമെങ്കിൽ അക്രമം നടത്തണം. അപ്പൊ അയാൾ അമർച്ച ചെയ്ത് ഒതുങ്ങി നിൽക്കുന്ന ആളാണ് അപ്പൊ വെളിവാകും. ഒക്കതുക്കാർ റജുലും മറത്തല്ലി സാലിമിന് അബിദില്ലാമിന് മറന്നല്ലാന്ന്. സാലിം എന്നവരോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, യാ ഷെയ്ഖ് സൂ, യാ ഷെയ്ഖ് സൂ എന്ന് വിളിച്ചു, മോശമായ ഷെയ്ഖെ എന്ന് വിളിച്ചു. ഫഖാലഹു സാലിം, അപ്പൊ സാലിം അദ്ദേഹത്തോട് പറഞ്ഞു, മാ അറാക അബ്അത്തയാഖി, എന്റെ സഹോദര, നീ എന്നെ വിദൂരത്താക്കിയതാണ് നിന്നെ അഭിപ്രായപ്പെടുന്നു, നീ എന്നെ അകലെയാക്കി എന്നതായിട്ട് ഞാൻ എന്താണ് അഭിപ്രായപ്പെടുകയാണ് നിന്നെ പറ്റിയത്. അപ്പൊ നീ എന്റെ തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ. ഉറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്ന ലുഖ്മാൻ അലൈഹിസ്സലാം, ലുഖ്മാൻ എന്നവർ കാല ലിബ്നിഹി, തന്റെ മോനോട് പറഞ്ഞു, യാ ബുനയ്യ, മോനെ, ഇൻ അറത്ത അൻ തുആഖിയ അഹദൻ, നീ ആരോടെങ്കിലും സാഹോദര്യം കെട്ടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെന്ത് വേണം, അങ്ങനെ വരികയാണെങ്കിൽ നീ അവനോട് ദേഷ്യം വെക്കാതുന്നത്. ഫൈൻ അൻസബ്ത, അങ്ങനെ നീ തെളിഞ്ഞു വന്നാൽ, വഹുവ മുഗ്ലിബുൻ, അവൻ ദേഷ്യക്കാരനുമാണ്. ആ രൂപത്തിലാണെങ്കിൽ ഇപ്പൊ വാഹി, നീ അവനോട് സഹോദരം കെട്ടിക്കുവാന്നാണ്. എന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഒരു സഹോദരനായി ഉദ്ദേശിക്കുന്നു എങ്കിൽ എന്നാ നീ അവന് ദേഷ്യം വെക്കും. എന്നിട്ട് ആ ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞു, അപ്പൊ നോക്കുമ്പോ ഓ ദേഷ്യത്തിലാണ്, എന്നാ എനിക്ക് ഓരോ കൂട്ടുകാരനാക്കാൻ പറ്റുമ്പോ ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ ഫായതറിവ് നീ അവനെ പേടിക്കേണ്ടതുണ്ട്. അപ്പൊ കാര്യങ്ങൾ അനുസരിച്ച് നിയന്ത്രിച്ചു പോകുന്ന ആൾക്കാരുടെ പറ്റുമല്ലേ വേണ്ട, അത് സാരം. സിദ്ദീ സഖത്തിയോട് ചോദിക്കപ്പെട്ടു, റഹിമഹുല്ലാഹു തആല വർറത്തൻ നീക്കൽ, അനഹുൽ, എന്താണ് ഹുൽമ് എന്ന് ചോദിച്ചു. മാഹുവാദെന്താണ്? വഖാലി സായിലി, അപ്പൊ സായിലിനോട് പറഞ്ഞു, അയ്യു ഹിൽമിൻ തുരീദു, നീ ഏത് ഹിൽമാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. ഫൈനൽ ഹിൽമ അലാ ഖംസത്തി അഖ്സാം, 4 അല്ല 5 ഓഹരിയുണ്ട് ഹിൽമ്, ഈ ഒതുങ്ങി നിൽക്കുക എന്നുള്ളത്. അൽ അവ്വല്, ഒന്നാമത് ഹിൽമുൻ അരീസിയൻ, അരീസിയായ ഹിൽമാണ്. അത് ഹിബത്തും മിനല്ലാഹി തആല അബിദി ബിഹി യഅഫു അമ്മൻ സലമഹു വയുഅതി മൻ ഹറമഹു. അത് അല്ലാഹു തആല ഭാഗത്തുള്ളൊരു അവസാനമാണ്. അത് അല്ലാഹു തആല അത് കണക്കാക്കിയിട്ട് അല്ലാഹു കൊടുക്കും അടിമക്ക്. ആ അടിമ അദ്ദേഹത്തെ ദ്രോഹിച്ചവരാരുണ്ടോ അവർക്ക് മാപ്പ് കൊടുക്കും, അദ്ദേഹത്തെ തടഞ്ഞവരാരൊക്കെ ഉണ്ടോ അവർക്ക് കൊടുക്കും. വയസ്സിന് നീ റഹിമ, അവന്റെ കുടുംബ ബന്ധം പുലർത്തും ചെയ്യും. പോയി കത്തായത്ത് കുടുംബക്കാർ അവൻ എത്ര കുറിച്ചാലും. ഇതൊക്കെയാണ് ഒന്ന്. റസാനി രണ്ടാമത് ഹിൽമുൽ തഹാലും, തഹാലുവിന്റെ ലോഹുവാത് അബുദു, ഒരടിമ ഒതുക്കി നിർത്തലാണ്. വൈലഹു, അവന്റെ ദേശത്തെ. എന്തിന്? പ്രതിഫലം മോഹിച്ചിട്ട് ദേശം ഒതുക്കി നിർത്തലാണ് ഹുൽമുത്തഹാലും എന്ന് പറഞ്ഞാൽ. വഫിൽ ഖൽബി കറാഹത്തുൻ, എത്തരത്തിൽ കൽബിലുണ്ട് കറാഹത്ത്, ആ നിലയിൽ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ഒരടിമ ദേശം ഒതുക്കി നിർത്താണ്. വസാലിസ്, മൂന്നാമത്തത് ഫിൽമും മതമും, മോശമായ അമർച്ച. അത് ഫിൽമുൽ അബിദി അലാമൻ ജന അലൈഹി റിയാഅൻ, പ്രശസ്തി, ലോകമാന്യത എന്നിത്യാദി കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ആക്രമിച്ചവരാരോ അവന്റെ നേരിൽ അടിമ ഒതുങ്ങി നിൽക്കുക. ഇതാണ്, ഒന്നും ചെയ്യണില്ല, പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒതുങ്ങി നിൽക്കുന്നത്. എന്നാ അത് പറ്റൂല. ഇവരെ കൊണ്ട് അവന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ഞാൻ രോഗ്യമാനെ പറഞ്ഞു പോയിട്ട് ഇവനൊന്നും മിണ്ടാതെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇത് ശരിയല്ലല്ലോ. പറഞ്ഞാൽ നാലാമത്തെ ഹുൽമുൻ കബീർ, വലിയതായ ഹുൽമാണ്. ഒഹുവാദ് അന്നസ്വഖ്സലായറവ് അസ്ലൻ, അത് പറ്റുന്ന ഒരാളെ ഞാൻ കാണൂല. അങ്ങനെ ഞാൻ അദ്ദേഹവുമായി വിട്ടുകിടക്കലാണത്, കാണാൻ കഴിയൂലെ. അഞ്ചാമത്തത് ഹിൽമു മഹാനത്തി മല്ലത്തിൽ, നിസ്സാരത, നിന്യത, ഈ വഴിക്ക് വരുന്ന ഒരു ഒതുക്കമുണ്ട്, അതാണ് ഹിൽമ്. ആറാമത്തത്, അഞ്ചാമത്തത്. അത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഒതുക്കമാണ് കാര്യമായിട്ട് വേണ്ടത്. അതിനോട് അസ്പദമായി വന്ന ചില കാര്യം പറഞ്ഞു കഴിഞ്ഞു.
പതിനൊന്നാലിക്ക നിശ്ചയമാണ് നീ അറിഞ്ഞോ, ഇന്നഹു നഫീസും, ഇത് വില പിടിപ്പുള്ള രത്നമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എപ്പോഴും ഇത് കിട്ടുകയില്ല, വാങ്ങിക്കോളൂ. നല്ലോണം പഠിച്ച ചുഴി നടത്തും ഇൻഷാ അല്ലാഹ്.